ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെക്ഷൽ അബ്യൂസിങ് ചിൽഡ്രൻ ആണ്. ഞാൻ നമ്മുടെ കല്യാണി എന്ന് പറഞ്ഞ പെൺകുട്ടി അത്ര മോശമായ രീതിയിൽ മരണപ്പെട്ടപ്പോൾ തൊട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു ന്യൂസ് ഞാൻ കണ്ടു. കാസർഗോഡ് 14 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി സെക്ഷൽ അബ്യൂസിന് ഇരയായി. ആ പെൺകുട്ടി പ്രസവിച്ചു. ഒരാഴ്ച മുമ്പാണെങ്കിൽ നമ്മളെല്ലാവരും കണ്ടു തൃശ്ശൂരിൽ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരു അഭിഭാഷകൻ സ്വന്തം മകളെ, അത് 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി 6 മാസമായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് സൊസൈറ്റിയിൽ ഒരു പുതിയൊരു കാര്യമല്ല, ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം. പക്ഷെ നമ്മുടെ നിയമത്തിൻ്റെയൊക്കെ എന്താ പറയുന്ന അത്ര വീക്ക് സിസ്റ്റം ആയതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് നടക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റും നമ്മുടെ കുട്ടികൾ ഒന്നില്ലെങ്കിൽ വേറെ രീതിയിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം, അതിന് നമുക്ക് എങ്ങനെ നേരിടാം, ഇനി അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്താണ് ശരിക്കും സെക്ഷൽ അബ്യൂസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം അമ്മമാരായ എല്ലാവരും, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ വീട്ടിൽ വളരുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം. അപ്പോൾ സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു ധാരണ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു അബ്യൂസ് ചെയ്യപ്പെടുക എന്നതാണ് പൊതുവേ ഉള്ളൊരു ധാരണ. ബട്ട് സെക്ഷൽ അബ്യൂസ് എന്നുള്ളത് 2 തരത്തിലുണ്ട്. ടച്ചിങ് ആൻഡ് നോൺ ടച്ചിങ് എന്ന് പറയും. ടച്ചിങ് സെക്ഷൽ അബ്യൂസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതായത് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ചെറിയ മക്കളെയൊക്കെ ഇൻ്റർകോഴ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഈ അബ്യൂസ് ചെയ്യുന്ന ആളുകളുടെ ശരീരഭാഗത്ത് കുട്ടികളെ കൊണ്ട് പിടിപ്പിക്കുക. പിന്നെയാണെങ്കിൽ അങ്ങനെ അതായത് തൊട്ടുകൊണ്ട് ഒരു കുട്ടിയെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ ടച്ചിങ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ചില ബിരുദന്മാരൊക്കെ ഉണ്ട്, ഓൾറെഡി കുട്ടികളെടുത്ത് മടിയിൽ വെക്കും. ഇങ്ങനെയുള്ള രീതിയിൽ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് തന്നെയും സെക്ഷലി അബ്യൂസ് ആവുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെടുത്ത് മടിയിൽ വെക്കും. ഇങ്ങനെ എടുത്ത് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് ഓൾറെഡി സെക്ഷൽ അറോസ് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇറക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ഈ കുട്ടികളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഇവർ സെക്ഷലി അബ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നോൺ ടച്ചിങ് എന്ന് പറയുമ്പോഴാണ്, നോൺ ടച്ചിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ടച്ച് ചെയ്യാതെ, പക്ഷേ എന്ന് പറഞ്ഞാൽ പോൺ വീഡിയോസ് കാണിക്കുക, പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ നഗ്നമായിട്ട് കണ്ട് ഇവർക്ക് സെക്ഷൽ അറോസൽ വരുത്തുക, ഇതെല്ലാം നോൺ ടച്ചിങ് സെക്ഷൽ അബ്യൂസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ചുറ്റും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മുടെ കുട്ടികൾക്ക് എന്ന് തൊട്ടാണ് ഞാൻ സെക്ഷൽ അബ്യൂസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റുക. അപ്പം 1 to 3 years, അതായത് നമ്മുടെ കല്യാണി എന്ന് പറയുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ 2.5 വയസ്സ് തൊട്ട് ആ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ ഈ കുട്ടിയെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഏജിലുള്ള കുട്ടികൾക്കൊക്കെയും അവർ ട്രസ്റ്റ് ചെയ്യുന്നവർ ഇപ്പം അവർ ട്രസ്റ്റ് ചെയ്യാൻ അവർ ആഹാരം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത് നിന്ന് അവർ കെയർ ചെയ്യുന്നവരെയൊക്കെ ആണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും. ആ ഒരു ഗ്രോത്താണ് അവർക്ക് ആ സമയത്തുള്ളത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്ത് സംഭവിച്ചാലും അത് നോർമലാണെന്ന് മാത്രം കരുതാനുള്ള പ്രായം മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊരു സെക്ഷൽ അബ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പോലും ഈ കുട്ടികൾക്ക് മനസ്സിലാവാത്ത ഒരവസ്ഥ. പക്ഷെ 4 വയസ്സ് തൊട്ട് മേളിലേക്കുള്ള കുട്ടികൾക്ക് അവർക്ക് എന്താ പറയുന്ന അവരുടെ ഓർഗൻസ്, അവരുടെ അവയവങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോകുമ്പം അവരെന്തോ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള തിരിച്ചറിവ് ഈ 4 വയസ്സ് തൊട്ട് മേളിലേക്കുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയും നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് അവരിങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ഇത്തരം ഏജിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന കേസസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് നമ്മുടെ മക്കളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അത് ഇന്നത്തെ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത രണ്ടാനച്ഛനാവാം, കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത പോലെ സ്വന്തം അച്ഛനാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള കസിൻസ് ആവാം. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലും. പക്ഷെ പുറത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും കൂടുതലും തന്നെയും നമ്മുടെ ഈ ഫാമിലിയുടെ ഉള്ളിൽ മാത്രമാണ് പലതരത്തിലുള്ള നമ്മുടെ മക്കളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അമ്മമാർ എപ്പോഴും ആരെയും
കണ്ണടച്ച് വിശ്വസിക്കാതെ ഒക്കെയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളുടെ മേളിൽ ഒരു കരുതൽ വളരെയധികം ആവശ്യമാണ്. ഇനി നമുക്കൊരു കുഞ്ഞ് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അപ്പം ചെറിയ പ്രായം തൊട്ട് പറഞ്ഞു വരികയാണെങ്കിൽ, അതായത് ഒരു 2.5 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ, അല്ലെങ്കിൽ 2.5 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ, 9 വയസ്സ് വരെ, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളിലാണെങ്കിൽ ഇവരുടെ ജനൈറ്റൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടും മൃദുലമായിട്ടുള്ള ഏരിയാസാണ്. അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഖം കൊണ്ടു കഴിഞ്ഞാൽ തന്നെയും പോറാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ സെക്ഷൽ അബ്യൂസ് ചെയ്ത് കഴിയുമ്പം ഉറപ്പായിട്ടും അവിടെ മുറിയുവാനും അവിടെ ഹെമറ്റോമ അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ച് കിടക്കാനും മുറിവുകൾ ഉണ്ടാവാനും ഉള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുള്ള കുട്ടികൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുകൂടാതെ തന്നെ യൂറിൻ പാസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഏനൽ റീജിയനിൽ, അതായത് സ്റ്റൂൾ പാസ് ചെയ്യുന്ന ഏരിയയിലും ഇവർ നല്ല പെയിൻ പറയും. കൂടാതെ ഇവർ റെഗുലറായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് സോർ ത്രോട്ട്, അതായത് തൊണ്ടയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇതാണ് നമുക്ക് ഫിസിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മുറിവുകളുണ്ടാവും. പക്ഷേ ചില ബിരുദന്മാർ നമുക്കറിയാലോ, നമ്മുടെ കല്യാണി മോളുടെയൊക്കെ അച്ചാച്ചനൊക്കെ, അവരുടെ രണ്ടാനച്ഛനൊക്കെ ആണെങ്കിൽ ആ പെൺകുട്ടിയെ അത്ര കാര്യമായിട്ട് കൊണ്ടുവെടുക്കുക, ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല ഈ കുട്ടി ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില അവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ശരീരത്തിന് ഒരു മുറിവ് പോലും ഉണ്ടാവത്തില്ല കുട്ടികൾക്ക്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു എന്താ പറയുന്നത്, സൈക്കോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൽ അബ്യൂസ് ആയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ കുട്ടികൾ സഡൻ വിഡ്രോവൽ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതായത് നല്ല ആക്റ്റീവായിട്ട് നടന്ന കുട്ടികൾ അവർ പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് മാറാൻ ഉള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ്. അവർ പെട്ടെന്ന് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ഇൻസെക്യൂരിറ്റി വരാൻ തോന്നും. അതായത് ഈ മറ്റുള്ള ആളുകളെ കാണുമ്പം അവർക്ക് പേടി തോന്നും. പിന്നെ ഈ സ്ഥിരമായിട്ട് അബ്യൂസ് ചെയ്യുന്ന ആളുകളെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. ഇച്ചിരി കൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. കാരണം അവർക്കറിയാം അവർ ഓൾറെഡി സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു, അബ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവാം, ഫിയർ ഉണ്ടാവാം. കാരണം പലപ്പോഴും ഈ അബ്യൂസ് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സെൽഫായിട്ട് തന്നെ ഒരു ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും. സെൽഫ് റെസ്പെക്റ്റ് വളരെയധികം കുറവായിരിക്കും. അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. അതായത് അന്ന് വരെ കാണാത്ത തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതായത് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും, അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും, അവർക്ക് ആരോടൊരു ട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ അതുപോലെയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് സെക്ഷൽ അബ്യൂസ് നേരിട്ട് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫിസിക്കലി ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെയും നമുക്ക് പെട്ടെന്ന് ഹീലാവും. അതായത് നമ്മുടെ ശരീരം ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഹീലാവും. പക്ഷേ സൈക്കോളജിക്കലി നമുക്ക്, അതായത് മെൻ്റലി ഈ മുറിവുകൾ ഒരുപാട് കാലം, അതായത് വർഷങ്ങൾ ഇതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കിങ്ങനെ കിടക്കും. അതായത് ഇതിൻ്റെ ഒരു റിക്കവറി ഫേസും കൂടെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ കുട്ടികൾക്ക് ഗിൽറ്റി ഫീലിംഗ് വളരെയധികം കൂടുതലായിരിക്കും. അവർക്ക് മുതിർന്ന കുട്ടികളാണെങ്കിൽ, മുതിർന്ന കുട്ടികൾ എന്ന് തന്നെയല്ല, ഇവരൊരിക്കലും അറിഞ്ഞു കഴിയുകയാണ് ഞാനിങ്ങനെ സെക്ഷൽ അബ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒരു വ്യക്തിയിൽ നിന്നും സെക്ഷൽ അബ്യൂസ് ഉണ്ടായി. ഇപ്പം കസിൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻ ബ്രദർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിട്ട് ഇരുന്നോട്ടെ, പൊതുവേ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഇത് ആര് അബ്യൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിലല്ല, പക്ഷേ ആര് അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം പെൺകുട്ടികൾ സാധാരണഗതിയിൽ അവർക്ക് പെട്ടെന്ന് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ സ്വാഭാവികമായിട്ടും ഇറിറ്റേറ്റഡ് ആവും, ഡിപ്രഷൻ ഉണ്ടാവും, സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവും. പഠനത്തിൽ നിന്നൊക്കെ ചില കുട്ടികൾ ഒരുപാട് പുറകോട്ട് പോകും. ചില കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മനസ്സിൽ വെച്ചിട്ടും ഇവർ ഫൈറ്റ് ചെയ്യണം, ഭയങ്കരമായിട്ട് മെൻ്റലി ഫൈറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പഴയ പോലെ ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആണെങ്കിൽ ഇവർക്കത് നടക്കത്തില്ല. അപ്പം ഇതൊക്കെ ഉള്ള ഒരു കോംപ്ലിക്കേഷൻസ് ആണ് സെക്ഷൽ അബ്യൂസിൻ്റെ. പിന്നെ ഈ മെൻ്റലി കിട്ടുന്ന ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് ഒരു 3 സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ചില ആളുകൾ പെട്ടെന്ന് ഒരു വീക്ക് കൊണ്ട് കടന്നു പോകും. ചില ആളുകൾ
1 വീക്ക് ടു 1 മന്ത് വരെ എടുക്കും കടന്നു പോകാനായിട്ട്. ഈ സമയത്തൊക്കെ ഇവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും, ഫിയർ ഉണ്ടാവും, ഇവർ ഒരു ഒരു ഐസൊലേഷനിലേക്ക് പോകും. അതായത് ഇവർ തന്നെ ഇരിക്കും, തന്നെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ആരെയും ട്രസ്റ്റ് ഇല്ല, ഇങ്ങനെയുള്ള അവസ്ഥകൾ. പക്ഷെ ലോങ് ടൈം കോംപ്ലിക്കേഷനിലേക്ക് വരുമ്പം ഈ ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ ഈ സെക്ഷൽ അബ്യൂസിൻ്റെ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. വർഷങ്ങളോളം നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഈ കുട്ടികൾക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഇവർക്ക് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവും. അതായത് ഇവർ ഇത്തരം അബ്യൂസുകളെ മറക്കാൻ വേണ്ടി ഇവർ വളരെ ഫോഴ്സ്ഫുള്ളി ഇവരുടെ മൈൻഡിനെ പിടിച്ചു വയ്ക്കുന്നതനുസരിച്ച് ഇവർക്ക് പിരിമുറുക്കം കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഫ്ലാഷ് ബാക്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ ലേറ്റർ ഇൻ ലൈഫിൽ ഇവർക്ക് ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ തരം ലൈഫിൻ്റെ ഓരോ കോർണറിനെയും ഇത്തരത്തിലുള്ള അബ്യൂസ് ഇവരെ തീർച്ചയായിട്ടും ബാധിച്ചിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഈവൻ ആഫ്റ്റർ ദെയർ മാരേജ് ഓൾസോ ഈ ഒരു തോട്ട്സ് എപ്പോഴും അവർക്കത് ഹീൽ ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു തോട്ട്സ് ആയിരിക്കും അത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല കൗൺസിലിങ്ങിൻ്റെയൊക്കെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ ആണ് ഈ സെക്ഷൽ അബ്യൂസിൻ്റെ ലോങ് ടൈം കോംപ്ലിക്കേഷൻ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഏതെങ്കിലും കുട്ടികളൊക്കെ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. ഫിസിക്കലി ഒരു അബ്യൂസർ ഒരു വിക്ടിമിന് കൊടുക്കുന്ന പെയിനേക്കാളും വളരെ വലുതാണ് ഒരു കുട്ടിക്ക് മെൻ്റലി കൊടുക്കുന്ന ഷോക്ക്. ഒരു പക്ഷേ ചില ആളുകൾക്കൊക്കെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. പിന്നെ ആണെങ്കിൽ തന്നെ ആരും തന്നെ പേടിച്ചിട്ട് ഇത് പുറത്ത് പറയത്തില്ല, അത് സ്വയം നാണംകേടുണ്ടായിട്ട് പുറത്ത് പറയത്തില്ല അല്ലേ. അപ്പം ഇതാണ് സെക്ഷൽ അബ്യൂസിൻ്റെ ലോങ് ടൈം മെൻ്റൽ കോംപ്ലിക്കേഷൻ. പിന്നെ പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം അവർ സ്വയമായിട്ട് ഇങ്ങനെ ഏറ്റെടുക്കും. അത് അവരുടെ തെറ്റല്ലായിരിക്കും, അവരറിയാതെ സംഭവിച്ച കാര്യങ്ങളായിരിക്കും. അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് ഒരബദ്ധം പറ്റിയതായിരിക്കാം, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതായിരിക്കാം. പക്ഷേ ഈ പെൺകുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റി, ഈ നടന്ന ഇൻസിഡൻറ്റിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഇവർ സ്വന്തമായിട്ട് എടുത്തിട്ട് ഇത് ക്യാരി ചെയ്തിട്ടായിരിക്കും ത്രൂ ഔട്ട് ഇവരുടെ ലൈഫ് നടക്കുക. ഇതാണ് ഒരു സെക്ഷൽ അബ്യൂസിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന വശം ഇതാണ്. അതായത് ദേ കനോട്ട് ഫോർഗറ്റ് അബൌട്ട് ദ ഇൻസിഡൻറ്റ്. അതാണ്. ഓക്കെ, ഇനി നമ്മുടെ കുട്ടികൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു കാര്യം. ഇനി ഇത് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ മക്കൾ പറയുകയാണ് എനിക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്ത് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവർ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ പറയുകയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്നു അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് നോക്കുക, അവർക്ക് എന്താണ്. കാരണം ഇന്നത്തെ ഒരു ലോകമാണ്, മക്കളൊക്കെ ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺസ് ഉണ്ട്. പോൺ എല്ലാവരും പോൺ വീഡിയോസ് കാണുന്നവരാണ്. അപ്പം പലരും തന്നെ ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മക്കളൊക്കെ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക അവർക്ക് എന്താ സംഭവിച്ചത്, അവരൊന്ന് നമ്മൾ നോക്കുക, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്താണ് അവരുടെ പ്രശ്നം. അപ്പം ചില കുട്ടികൾക്കൊക്കെ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് സംസാരിക്കുക. ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ അവർക്ക് പേടിയാണെങ്കിലും നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാതെ അവരുടെ കൂടെ ഇരിക്കുക, അവരെ കൺസിഡർ ചെയ്യുക. അതായത് അവരുടെ ആ ഫീലിങ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കും എന്ന് അവർക്ക് തോന്നണം. അവർ തോന്നിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്താലൊന്നും ഈ കുട്ടികൾ ഇത് പറയത്തില്ല. അത് അവർ തന്നെ ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ അവരെ റീഅഷ്യൂർ ചെയ്യണം. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് വഴി തന്നെ അവർ മെൻ്റലി നല്ല ഒരു റിലാക്സ് ആവും. എല്ലാത്തിൻ്റെയും ബ്ലെയിം ഇപ്പം ഈ കുട്ടികളുടെ തലയിലേക്ക് എടുത്തു വെക്കാതിരിക്കുക. കുട്ടികളെ പഠിപ്പിക്കുക. അവരുടെ സമ്മതമില്ലാതെ നടന്നൊരു കാര്യം, അവരുടെ അറിവില്ലായ്മ മൂലം അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ തെറ്റല്ല എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ വളർന്നു വന്ന പഴയ ഒരു 10 വർഷത്തേക്ക് 20 വർഷത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പൂർണ്ണ റെസ്പോൺസിബിലിറ്റി അവർ തന്നെയാണ് എന്നാണ് സൊസൈറ്റി പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ഇതൊരു കാരണം കൊണ്ട് തന്നെയും പെൺകുട്ടികൾക്ക് നടക്കുന്ന ഇൻസിഡൻസ് ഈവൻ ഫാമിലിയിലെ ആളുകളാണെങ്കിൽ പോലും ഇവരിതൊന്നും പുറത്തു വിടാൻ തയ്യാറല്ല. പക്ഷെ ഓർക്കുക, നമ്മൾ
വളർത്തുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്വത്താണ്. അത് എത്ര റെപ്യൂട്ടേഷനുള്ള ആൾക്കാരാണെങ്കിലും എത്ര ഫാമിലി ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആർക്കും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടികളെ നശിപ്പിക്കാനോ പിഴുതെറിയാനോ ഉള്ള റൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുക. അവർ ചിലപ്പോൾ ചെറിയൊരു ക്ലൂ ഒക്കെ ആയിരിക്കും തരുന്നത്, ചെറിയൊരു ഡിപ്രഷൻ, ചെറിയൊരു ആൻസൈറ്റി. അപ്പോൾ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, കൂടുതലും കുറ്റപ്പെടുത്താതെ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് എവിടെയാണ് ഇൻസിഡൻറ്റ് നേരിട്ടെ, എന്താണ്, ആര് വഴിയാണ് എന്നുള്ള കാര്യങ്ങൾ വരും. ഇനി ആർക്കൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു കാര്യമാണ്. കണ്ടുപിടിക്കുന്നത് നമ്മുടെ പേരൻസ് തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറിയിലെ ടീച്ചർമാർക്ക് ഇന്ന് കുട്ടികളോട് തീർച്ചയായിട്ടും ചെറിയ കുട്ടികളാണ്, അപ്പോൾ ഈ കുഞ്ഞുവായിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ തന്നെ അവരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാകാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മക്കളാണ്, അവർക്കത് അറിയത്തില്ല, അത് തെറ്റാണ് എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെയും ഇത്തരത്തിലുള്ള കുട്ടികൾ ഓപ്പൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുടുംബത്തിലും നടക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ഫാമിലിയിലാണ് കൂടുതലും ചൈൽഡ് അബ്യൂസ് നടക്കുന്നത്. അപ്പം ഒന്നില്ലെങ്കിൽ അമ്മ ചലഞ്ചഡ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്പനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ചുറ്റുമുള്ളവർ എപ്പോഴും മുതലെടുക്കുന്നത്. അപ്പോൾ ചുറ്റുമുള്ളവർ നമുക്ക് തോന്നും അവർ ഭയങ്കര വിശ്വസ്തരായിട്ട് തോന്നും, അവർ നല്ല ആക്ടിങ് സ്കില്ലുള്ളവരായിരിക്കും, അവർ നമ്മുടെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കും. അപ്പം ഇത്തരത്തിലുള്ളവരെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളവരെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം നമ്മുടെയൊക്കെ ഫാമിലിയിൽ നമുക്ക് ചേർത്തിയനിയത്തിമാരും ചേട്ടനിയന്മാരും എല്ലാവരും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൂടപ്പുറപ്പ് ഇത്രയധികം ചലഞ്ചറാണ്, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കുടുംബങ്ങളിൽ നമ്മൾ അന്വേഷിക്കുക, അവിടുത്തെ മക്കളുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുക. പിന്നെ സ്കൂളുകളിൽ നിങ്ങൾ മുതിർന്ന കുട്ടികളൊക്കെയാണ്, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് സെക്ഷൽ അബ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർമാരോട് പറയാം. നമുക്കറിയാം ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് പത്തനംതിട്ടയിൽ നടന്നൊരു സംഭവം. ആ പെൺകുട്ടി വളരെ കാലമായിട്ട് ഇങ്ങനെ സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പലരാലും. ആ പെൺകുട്ടി ഏറ്റവും അവസാനം മെൻ്റലി ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ആ പെൺകുട്ടിയുടെ അമ്മയും പോലീസിനോട് ഇത്ര കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ തുടക്കത്തിലേ തന്നെ തുറന്നു പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ പെൺകുട്ടികൾ ഇത്ര അധികം സഫർ ചെയ്യേണ്ട വരത്തില്ല. പിന്നെ എവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ആരോടും പറയാം. നിങ്ങൾ ആരോട് പറയുന്നു അവരൊക്കെ അക്കൗണ്ടബിൾ ആണ് ഈ പോലീസിനോടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹയർ അതോറിറ്റിയോടും റിപ്പോർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇന്ന ഒരു വീട്ടിലെ ഒരു കുട്ടി അബ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് പോലീസിൽ വിളിച്ച് പറയാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്കൂളിൽ പറയാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അംഗൻവാടി പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറയാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും ഇങ്ങനെയുള്ള സെക്ഷൽ അബ്യൂസുകൾ പറയാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മളൊക്കെ നല്ല ബോധവന്മാരായിരിക്കും. എപ്പോഴും ഓർക്കുക, നമ്മൾ ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പ്രതികരണ ശേഷിയില്ലാത്ത മാതാപിതാക്കളുള്ള വീട്ടിലാണ് മെയിനായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അപ്പം ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കുക. നമ്മുടെ മക്കൾ ഒരിക്കലും സെക്ഷലി അബ്യൂസ് ആകാതിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.